ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PM നായർ, അദ്ദേഹം ഒരു ബുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് കലാം എഫക്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ഒത്തിരി രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ കലാമുമായിട്ടുണ്ടായ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചെറിയ ചെറിയ ബിറ്റ് ആൻഡ് പീസസ് ആയിട്ട് എഴുതിയൊരു ബുക്കാണ് കലാം എഫക്റ്റ്. അതിനകത്ത് PM നായർ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസം PM നായർക്ക് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ കുറിപ്പാണ്. അബ്ദുൽ കലാമുമായിട്ട് ചേർന്നതിൻ്റെ കലാമിൻ്റെ എഫക്റ്റിൽ അദ്ദേഹം നല്ലൊരു ഈശ്വരവിശ്വാസിയായി തീർന്നതിനെക്കുറിച്ചൊരു കുറിപ്പാണ്. അതെന്നെ വളരെ ശ്രദ്ധയാകർഷിച്ചു. അദ്ദേഹം 2002 ജൂലൈ 25 ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ അന്ന് ഒരു 3000-ഓളം ഗസ്റ്റുകളെ അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ രാഷ്ട്രപതി ഭവൻ അകത്തുള്ള സ്റ്റേജുകളിലെല്ലാം 1000 പേര് ഉൾക്കൊള്ളാം. പക്ഷേ 3000 പേരെ വിളിച്ചുകൊണ്ട് തന്നെ ഓപ്പൺ ഏരിയയിലാണ്, രാഷ്ട്രപതി ഭവൻ്റെ ഓപ്പൺ ഏരിയയിലാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത്. ഉച്ച കഴിഞ്ഞൊരു സമയത്താണ് ഇത് ഫംഗ്ഷൻ നടത്താനൊക്കെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ വെയിലൊക്കെ ആറിക്കഴിഞ്ഞ് 3000 പേരെ അവിടെ ഉൾക്കൊള്ളാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തത്. പക്ഷേ ഓഗസ്റ്റ് 15 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും 3000-ഓളം ആൾക്കാരൊക്കെ രാഷ്ട്രപതി ഭവനിലേക്ക് ഉച്ച കഴിഞ്ഞ സമയത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന്, അപ്പോൾ അതൊരു ഉണക്ക് കാലമാണ്, ശരിക്കും പറഞ്ഞാൽ മഴയൊന്നും പെയ്യാൻ സാധ്യതയില്ലാത്ത സമയം നോക്കിയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഡൽഹിയുടെ മുകളിൽ കാർമുകിൽ ഉരുണ്ടുകൂടി മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ 2 മണിയായപ്പോഴത്തേക്ക് തന്നെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. PM നായർ പ്രൈവറ്റ് സെക്രട്ടറി വളരെ ഉത്കണ്ഠാകുലനായി അവിടെ ഇവിടെ എല്ലാം ഓടി നടന്നു. ഇത് കലാം അറിയുന്നില്ല. കലാം രാഷ്ട്രപതി ഭവനകത്തുള്ള ഒരു മുറിക്കകത്തിരിക്കുകയാണ്. അദ്ദേഹം കലാമിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ കലാം നോക്കുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുഖം വല്ലാതെ വിഷണ്ണമായിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ കാര്യം പറഞ്ഞു. അത് 3000-ഓളം ഗസ്റ്റുകൾ വെളിയിലാണ് വരുന്നത്. നമുക്ക് എത്ര വന്നാലും 1000 പേരൊക്കെ അകത്തുള്ള ഹാളുകളിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. 3000 പേരും ഉച്ച കഴിഞ്ഞ് മഴ നനയും. നമുക്ക് മുകളിൽ ടാർപ്പാളിനോ അങ്ങനെയുള്ള ഒന്നും സജ്ജീകരണം ചെയ്തിട്ടില്ല. ഓപ്പൺ എയറിലാണ് നമ്മൾ ആ പരിപാടി നടക്കുന്നത്. അപ്പോൾ അബ്ദുൽ കലാം ഒരു വിഷമവും ഇല്ലാതെ അവിടെ ഇരിക്കുന്നത് കണ്ടു. പിന്നെയും PM നായർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും PM നായർ വന്നപ്പോഴത്തേക്കും രാഷ്ട്രപതി വളരെ കൂളായിട്ട്, APJ വളരെ കൂളായിട്ടിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, അങ്ങേക്ക് ഇതിനൊന്നും ടെൻഷനൊന്നും ഇല്ലെന്ന് PM നായർ രാഷ്ട്രപതിയോട് ചോദിച്ചു. അപ്പോൾ APJ അബ്ദുൽ കലാം പറഞ്ഞു, ഐ ഹാവ് സ്പോക്കൺ ദയർ എന്ന് പറഞ്ഞിട്ട് ജനലിലൂടെ വെള്ളോട്ട് കൊണ്ടിച്ച് ആകാശത്തിലോട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഐ ഹാവ് സ്പോക്കൺ ടു ഹിം, ഒന്നും സംഭവിക്കത്തില്ല, ആ ധൈര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ 3 മണിക്ക് ആരംഭിച്ചു. 6 മണി വരെ ആ ചടങ്ങ് നടന്നു. വന്നവർക്കെല്ലാം ചായ സൽക്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മടങ്ങിപ്പോയതിനു ശേഷം ഡൽഹിയുടെ ആകാശങ്ങളിൽ ഇടിവെട്ടോടുകൂടി ശക്തമായ മഴ 2-3 മണിക്കൂർ നീണ്ടു നിന്നു. ഇത് PM നായരിലൊരു വളരെയധികം ദൈവവിശ്വാസത്തെ ഉണർത്തിയെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അദ്ദേഹം അമ്പലങ്ങളിൽ പോവുമെങ്കിലും ദൈവത്തെ അത്രമാത്രം നേരിട്ട് കണ്ടിരുന്നില്ല. ഈ ഇൻസിഡൻറ്റ്